തമിഴിൽ നിന്ന് ഒരു ക്രൈം ത്രില്ലർ സീരീസ് വന്നിട്ടുണ്ട്. സോ ക്രൈം ത്രില്ലർ സീരീസ് പറയുമ്പോൾ ഒരു ലോഡ് മേർഡേഴ്സ് നടക്കുന്നു, അത് അന്വേഷിക്കാൻ പറ്റുന്ന പോലീസ് ഓഫീസറായ നമ്മുടെ നായകൻ. ഇതിൽ എന്തിപ്പോ പ്രത്യേകത? ദിസ് ഇസ് പ്യുവർ ക്ലീഷേ, അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് പറയും. എന്നാ ട്വിസ്റ്റ് ഇருக்கு, സംഭവം ഇருக்கு, അതിനെപ്പറ്റി പറയാം. സോ രേഖൈ എന്നാണ് സീരീസിന്റെ പേര്. C5 സ്ട്രീമിന്. രേഖൈ പറയുമ്പോ കൈ രേഖ, അതാണ് സംഭവം, അല്ലാതെ രേഖ എന്നുള്ള പെണ്ണിന്റെ പേരല്ല. സോ ഈ സീരീസ് തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര സീരിയസ് നോട്ടിലാണ് തുടങ്ങുന്നത്. സോ വൺ സ്റ്റാർ കാസ്റ്റിലുള്ള ഒരു സീരീസും അല്ല, വൺ ബഡ്ജറ്റിലുള്ള ഒരു സീരീസും അല്ല. ദിസ് ഈസ് C5 ഒറിജിനൽസ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അത് C5 ഒറിജിനൽസ് കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ എന്തിന് ഞങ്ങൾ ഇത് കാണണം? ദ നേഷൻ വാണ്ട്സ് ടു നോ. അതായത് കുറ്റം 23 പറഞ്ഞിട്ട് അരുൺ വിജയുടെ ഒരു പടമുണ്ട്, ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പേഴ്സണലി എനിക്കൊക്കെ കിടു പടമായിട്ട് തോന്നിയതാണ്. രാജേഷ് കുമാർ പറഞ്ഞ ഒരു റൈറ്ററിന്റെ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ് അത്. അതേ രാജേഷ് കുമാറിന്റെ വേറൊരു നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സീരീസ് ആണ് രേഖൈ. പോരെ, സംഭവം ഇരിക്കുമല്ലോ. അപ്പം ഭയങ്കര സീരിയസ് നോട്ടിൽ തുടങ്ങുന്ന പടം സീരീസ്. 6 എപ്പിസോഡ് ഉണ്ട്. C5 ഒറിജിനൽസ് ആയതുകൊണ്ട് ഓരോ എപ്പിസോഡും 20 മിനിറ്റ് 15 മിനിറ്റ്, ഏകദേശം 2 മണിക്കൂറിൽ സീരീസ് തീരും. ഒരു സിനിമ കണ്ടു തീരുന്ന ഡ്യൂറേഷനിൽ യു ക്യാൻ കംപ്ലീറ്റ് ആ സീരീസ്. സോ നമ്മുടെ നായകൻ ഇങ്ങനെ കേസ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് ആൾക്ക് 2 കൈ, വെട്ടിയിട്ട വാഴത്തണ്ടല്ല, വെട്ടിയിട്ട കൈ കിട്ടും. അപ്പൊ ഡെഫിനറ്റ്ലി ആരുടെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫിംഗർ പ്രിന്റ് എടുത്തു നോക്കും. അപ്പൊ അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതാണ് ഈ ക്ലീഷയെ പൊളിക്കുന്നത്. അതും കൂടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ ഏത് നേരം കഥ പറയണം, പിന്നെ ഞങ്ങൾ എന്തിനാ ഉണ്ടൊക്കെ കാണുന്നതെന്ന് ചോദിക്കും. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. 6 എപ്പിസോഡിന്റെയും എൻഡിൽ ഓരോ ട്വിസ്റ്റ് ഉണ്ട്. അത് നൈസാ. ആ ട്വിസ്റ്റിന് വേണ്ടിയിട്ട് ആക്ച്വലി യു ക്യാൻ വാച്ച് ദിസ്, അല്ലെങ്കിൽ കാണാം. കാരണം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. പക്ഷെ വൻ കിടു, അതേപോലെ മാഗ്നം ഓപ്പസ് രാക്ഷസനെ വെല്ലും, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നൈസ് ബട്ട് നോട്ട് ടു ഗുഡ്. കാരണം ഇതിൽ ഫ്ലോസ് ഉണ്ട്. ഫ്ലോസിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഈ ചെറിയൊരു ഡ്യൂറേഷനിൽ ഈ 2 മണിക്കൂറിലൊക്കെ കണ്ടു തീർക്കാവുന്ന ഒരു അത്യാവശ്യം നല്ലൊരു സീരീസ്. ഫ്ലോസ് പറയുമ്പോൾ ചില സമയത്ത് ഒരു അനാവശ്യമായിട്ടുള്ള റൊമാൻസ് കുത്തിക്കേറ്റുണ്ട്. അതൊക്കെ വരുമ്പോൾ സീരിയൽ പരുവത്തിലാണ് പോണത്. പിന്നെ ഈ നമ്മൾക്ക് ഈ ഇമോഷണൽ കണക്ഷൻ കിട്ടാൻ വേണ്ടി പാസം കുത്തിക്കേറ്റുണ്ട്. അതൊന്നും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പരിപാടിയായി തോന്നിയില്ല. പക്ഷെ അങ്ങനെ നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോൾ ടുവേർഡ്സ് എൻഡ് ആ ട്വിസ്റ്റ് വരുമ്പോൾ നമ്മളൊന്ന് ചാർജ് ആവും. പേഴ്സണലി ഞാൻ ചാർജ് ആയി. ഈ സീരീസിലെ മോട്ടീവ് ഉണ്ട്, ഈ കില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള മോട്ടീവ് പറയുന്നുണ്ട്. അത് 1 വീക്ക് ആയിട്ടുള്ള ഒരു മോട്ടീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ടുവേർഡ്സ് എൻഡ് ഇവർ ഈ മറ്റേ കാര്യങ്ങളെ കണക്ട് ചെയ്യുന്ന പരിപാടികളൊക്കെ കൊള്ളാം. പക്ഷെ മെയിൻ വില്ലൻ അല്ലെങ്കിൽ വില്ലത്തിയെ പ്രെഡിക്റ്റബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നി ഇന്ന ആൾ തന്നെ ആയിരിക്കുന്നില്ല. അതിന് കുറെ ക്ലൂസ് അവർ തന്നെ തരുന്നുണ്ട്. നമ്മുടെ നായകൻ ഞാൻ കുറെ സിനിമയിൽ ആളെ ഈ മറ്റേ സൈഡ് ആക്ടർ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് തന്നെയാണ് ആള് പെർഫോം ചെയ്തിരിക്കുന്നത്. ഔട്ട് ആൻഡ് ഔട്ട് ഇങ്ങേര് തന്നെയാണ് ഈ പടത്തിലുള്ളത്. കൂടെ അങ്ങേരെ ഗേൾ ഫ്രണ്ട് പോലീസും ഉണ്ട്. അവർക്കൊന്നും ചെയ്യാനൊന്നുമില്ല. കൊടൂരമായ വില്ലനോ കൊടൂരനായ വില്ലത്തി അതൊന്നും അല്ല. പക്ഷെ ട്വിസ്റ്റ് ഉണ്ട്. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത സാധനമായിരിക്കും. 1-2 ട്വിസ്റ്റ് അടിപൊളി സാധനങ്ങളായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവരെവിടെ കേസ് അന്വേഷിക്കാൻ പോയാലും അപ്പൊ അവിടുന്ന് അവർക്ക് ലീഡ് കിട്ടും. യൂഷ്വലി നമുക്കൊരു ത്രില്ല് അടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സീറ്റ് ഓഫ് ദി എഡ്ജ് ത്രില്ലർ ലെവലിൽ പോകണം വെച്ചാൽ അവരത് എങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കണു ആ ഒരു ടെക്നിക്കിലാണ് എല്ലാം ഇരിക്കുന്നത്. പക്ഷെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ സ്ഥലത്ത് കേസ് അന്വേഷിക്കാൻ പോകും, അവിടുന്ന് തന്നെ അവർക്ക് ലീഡ് കിട്ടി. പിന്നെ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ അടുത്തുനിന്ന് ലീഡ് കിട്ടി. അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഈ സീരീസിന് പറ്റിയില്ല. ബട്ട് ഓവറോൾ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു സീരീസ്. C5 സ്ട്രീം ചെയ്യുന്നത്. 6 എപ്പിസോഡ് ഉണ്ട്. ഏകദേശം 120 മിനിറ്റേ ഉള്ളൂ. വേണ്ടവർ കണ്ടു നോക്കുക. ഓൾവേസ് ഗോ വിത്ത് ലെസ് എക്സ്പെക്ടേഷൻ.